Hi friends, welcome to Tips for Happy Life. മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ പാക്കറ്റ് വാങ്ങുന്നതിൽ നല്ലത് വാങ്ങി പൊടിപ്പിച്ചെടുക്കുന്നതാണ്. പക്ഷേ മലയാളികളുടെ പ്രധാന ഭക്ഷണമായ ചോറ് പോലും ഇന്ന് വിശ്വസിച്ച് കഴിക്കാനാവാത്ത അവസ്ഥയാണ്. കുത്തരി വാങ്ങിയാൽ എത്ര കഴുകിയാലും അതിൽ നിന്ന് കളർ പോകത്തില്ല. ശരിയല്ലേ? ഞാൻ ഒത്തിരി പ്രാവശ്യം എനിക്ക് അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണത്. അതുപോലെ മുളകൊക്കെ ആണെങ്കിൽ നമ്മൾ ചില മുളകിന് ഭയങ്കര എരിവായിരിക്കും, ചിലതിന് ഒട്ടും എരിവുണ്ടാവില്ല. എത്ര ഇട്ടാലും എരിവുണ്ടാവത്തില്ല. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നമ്മൾ അടുക്കളയിൽ സാധാരണ നേരിടുന്ന കാര്യങ്ങളാണ്. ഇന്ന് അരി ബിസിനസ്സിലും വൻതോതിൽ മായം ചേർക്കുന്നതായിട്ട് ധാരാളം വാർത്തകൾ നമ്മൾ ഡെയിലി കേൾക്കുന്നുണ്ട്. പണ്ടൊക്കെ അരിയിൽ ചേർത്തിരുന്നതെന്ന് പറയുന്നത് റേഷൻ കടകളിലും ഗോഡൗണുകളിലും ഒക്കെ കിടക്കുന്ന പഴയ അരി ലോഡ് കണക്കിന് വാങ്ങിയിട്ട് ഈ അരി ബിസിനസ്സുകാർ നല്ല അരിയിൽ മിക്സ് ചെയ്ത് അത് ചാക്കിലാക്കിയാണ് വിറ്റിരുന്നത്. അങ്ങനെ പണക്കാരായ ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. ഇത് ഞാൻ അരിമില്ലുകൾ ധാരാളമുള്ള സ്ഥലത്തെ ഒരു പഴയകാലത്തെ ഒരു കഥ ഞാൻ കേട്ടതാണ് കേട്ടോ. നടന്ന സംഭവമാണ്. ഇപ്പോഴത്തെ ട്രെൻഡ് അരിയിൽ തിരിച്ചറിയാൻ കൂടെ പറ്റാത്ത രീതിയിലുള്ള പ്ലാസ്റ്റിക് അരി ചേർക്കുന്ന എന്നുള്ളതാണ്. ചില കേസിൽ മിക്സ് ചെയ്തു, അല്ലെങ്കിൽ ചിലതിൽ ഫുൾ പ്ലാസ്റ്റിക് അരി തന്നെ ആയിരിക്കും. അങ്ങനെയാണ് വിൽക്കുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. ഇത്തരം അരി നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ല. പ്ലാസ്റ്റിക് അരി എന്ന് കേൾക്കുമ്പോൾ അതെങ്ങനെയാണ് എന്നൊരു ഡൗട്ട് തോന്നുക സ്വാഭാവികമാണ്. നമ്മുടെ കപ്പയും ഉരുളക്കിഴങ്ങ് പോലുള്ള കാര്യങ്ങളൊക്കെ പുഴുങ്ങി പൊടിച്ചെടുക്കും. ഇത് പ്രത്യേകതരം പ്ലാസ്റ്റിക് ഉയർന്ന ഊഷ്മാവിൽ ചൂടാക്കിയ ശേഷം പോളിമറും റെസിനും വേർതിരിക്കുന്ന ലായനിയിൽ പുഴുങ്ങി പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടി കൂടി ചേർത്ത് പ്രത്യേക രീതിയിലുള്ള മെഷീൻ വഴി അരിയുടെ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ അരിയേക്കാൾ കുറച്ചുകൂടി കട്ടി ഈ അരിക്ക് കൂടുതലായിരിക്കും. എത്ര വേവിച്ചാലും വെന്ത് പോകില്ല എന്നുള്ളതാണ് അരിയുടെ പ്രത്യേകത. നല്ല തൂക്കമൊക്കെ കിട്ടും. കഞ്ഞിവെള്ളത്തിൽ പാട പോലെ പ്ലാസ്റ്റിക് വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് അരിയാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇനി എങ്ങനെയാണ് നമുക്ക് പ്ലാസ്റ്റിക് അരി തിരിച്ചറിയേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ അരി അടപ്പത്തിടുന്നതിന് മുമ്പ് കഴുകില്ലേ? അപ്പോൾ കഴുകാനായിട്ട് നമ്മൾ അത് തന്നെ ഒരു ചരുവത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുക. അതിലേക്ക് നമ്മുടെ അരി ഇടുക. ഈ വെള്ളത്തിലേക്ക് അരി താന്നു പോകുന്നുണ്ടെങ്കിൽ നല്ല അരിയാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. പ്ലാസ്റ്റിക് അരി അങ്ങനെ താന്നു പോകത്തില്ല. അത് ഒരു മെത്തേഡാണ്. ഇനി മറ്റൊരു രീതി എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ തോരനൊക്കെ വെക്കുമ്പോൾ കുറച്ച് അരിയൊക്കെ ഇട്ട് താളിക്കാറില്ലേ? അതുപോലെ നമ്മൾ കുറച്ച് അരി തിളച്ച എണ്ണയിലേക്ക് ഇടുക. അരിയിട്ട് കഴിയുമ്പോൾ തന്നെ അരി താന്നു പോയാൽ നല്ല അരിയാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. പ്ലാസ്റ്റിക് അരി അങ്ങനെ താഴില്ല. പ്ലാസ്റ്റിക് അരിയിലുള്ള പ്ലാസ്റ്റിക് എണ്ണയിൽ ലയിച്ച് ഒരു പാട പോലെ മുകളിൽ ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുകയും ചെയ്യാം. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് അരി വെച്ചുണ്ടാക്കിയ ചോറ് പെട്ടെന്നൊന്നും ചീത്താവത്തില്ല. പ്ലാസ്റ്റിക് കലർന്ന അരി കൊണ്ട് ഉണ്ടാക്കിയ ചോറ് ഒരു 3-4 ദിവസം നമ്മൾ പുറത്ത് വെച്ചിരുന്നാലും യാതൊരു മാറ്റവും ഉണ്ടാകത്തില്ല. നല്ലരി ഉപയോഗിച്ച് ഉണ്ടാക്കിയ ചോറാണെങ്കിൽ ഒരു ദിവസം പുറത്ത് വെച്ചിരുന്നാൽ തന്നെ അത് കേടായി പോവും, അല്ലെങ്കിൽ ഒത്തിരി ഡ്രൈ ആയി പോവും. നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഒരു ചോറും മറ്റ് സൂക്ഷിച്ച് വെച്ച് തന്നെ നമുക്ക് 2-3 ദിവസം കഴിയുമ്പോൾ അത് ഒത്തിരി ഡ്രൈ ആയിട്ട് അരി പോലെ ആയി പോവും ഇല്ലേ? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല അരിയാണോ അതോ പ്ലാസ്റ്റിക് അരിയാണോ നമുക്ക് ലഭിക്കുന്നത് നമുക്ക് അറിയാൻ സാധിക്കും. ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് നമ്മൾ ആവേശത്തോടെ കഴിക്കുന്ന ചോറിൻ്റെ മേൽ ചെറിയൊരു ശ്രദ്ധ വേണമെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം ചോറ് തന്നെയാണ്. ഫുഡ് കഴിച്ചായിട്ട് എനിക്ക് തോന്നണമെങ്കിൽ ചോറ് തന്നെ കഴിച്ചാലേ പറ്റൂ. ഞാൻ കല്യാണം കഴിച്ച് ചെന്ന സമയത്ത് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ധാരാളം കൃഷിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പാടത്തിൻ്റെ പച്ചപ്പും കൊയ്ത്തും നെല്ല് പുഴുങ്ങുന്നതിൻ്റെ ബുദ്ധിമുട്ടും ഒക്കെ മനസ്സിലാക്കാനായിട്ട് ആസ്വദിക്കാനായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും എനിക്ക് മനസ്സിലായിരുന്നില്ല നമ്മുടെ നല്ല അരി ചീത്തരി എന്നുള്ളൊരു വ്യത്യാസങ്ങളൊന്നും. അന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇത്രയും ബുദ്ധിമുട്ടുന്നത് എന്തിനാണ്, നമുക്ക് പോയി കടയിൽ നിന്ന് അരി വാങ്ങിയാൽ പോരെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് കിട്ടുന്ന അരിയുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ നേരിട്ട് മനസ്സിലാക്കുമ്പോഴാണ് അന്നത്തെ ആ കാലത്തിൻ്റെ മഹത്വം തിരിച്ചറിയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ ഇന്ന് തന്നെ അത് ചെയ്യുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അറിവുകൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാവുന്നതാണ്.
എൻ്റെ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോരുത്തർക്കും പ്രത്യേകം ഞാൻ നന്ദി പറയുകയാണ്. അപ്പോൾ see you again on another video. Bye.